ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ജമ്മു കാശ്മീർ. അത് എല്ലാ കാലത്തും ഇന്ത്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായ ഇസ്രയേൽ തന്നെ ഭൂപടത്തിൽ അത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് തുടർച്ചയായി സംഭവിക്കുന്നത്? അല്ല, ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഭയക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ ഇന്ത്യയുടെ മാപ്പ് തെറ്റായി വരച്ച് വേറൊരു ദുരുദ്ദേശം കാണിക്കില്ല. തെറ്റായി പോയതായിരിക്കാനേ വഴിയുള്ളൂ. കാരണം നമ്മൾ ഗൂഗിളിൽ ഇന്ത്യ മാപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അഖണ്ഡ ഭാരതം വരാം, ചിലപ്പോൾ പാകിസ്ഥാൻ വരച്ച ഇന്ത്യ വരാം, ഇങ്ങനെ ഇന്ത്യയുടെ യഥാർത്ഥ ഇന്ത്യ ചിത്രം വരാം. ഇന്ത്യയിലെ തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ ചൈനയുടെ ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു വരാം. ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് ചിലപ്പോഴൊക്കെ ഇന്ത്യയിൽ നിന്ന് വിട്ട് ചൈനയിലോട്ട് ചേർത്ത് മാപ്പുകൾ വരാറുണ്ട്. ഇതൊക്കെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പറ്റുന്ന പല മാപ്പുകൾ പലയിടത്ത് കിടക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു പർപ്പസിനായിട്ട് എടുക്കുന്നു, ആരെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ സംഭവിച്ചതായിരിക്കാനേ വഴിയുള്ളൂ. കാരണം അതുകൊണ്ടാണ് അവർ ഉടൻ തന്നെ മാപ്പ് പറയുകയും നമ്മളോട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് ജമ്മു കാശ്മീർ എന്നവർ ഏറ്റുപറയുകയും ഒക്കെ ചെയ്തത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ വിഷയം കാശ്മീർ തന്നെയായിരുന്നല്ലോ. ഈ ഇപ്പോൾ നടന്ന പ്രശ്നങ്ങൾ പോലും, പഹൽഗാം പ്രശ്നം പോലും നമ്മൾ കാശ്മീരിനെ ചൊല്ലിയാണല്ലോ ഉണ്ടായത്. അപ്പോൾ അതിൽ പോലും നമ്മളോടൊപ്പം സഹകരിച്ചു നിന്ന ആളാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ ഒരിക്കലും അത്തരത്തിലൊരു മാപ്പ് വരച്ച് നമ്മളെ കൊച്ചാക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, പക്ഷെ പാകിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ ഇത് പ്രചരണം നടത്തുന്നുണ്ടല്ലോ. അല്ല, അത് പാകിസ്ഥാൻ പിന്നെ എന്ത് കിട്ടിയാലും ഇന്ത്യക്കെതിരെ എന്ത് കിട്ടിയാലും പ്രചരണം നടത്തുന്ന ശൈലി പാകിസ്ഥാനുണ്ട്. ഇന്ത്യയിൽ ഒരു ദുരന്തം ഉണ്ടായാൽ പോലും പാകിസ്ഥാൻ അത് ഞങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് വരെയുണ്ട്. ഇന്ത്യ എവിടെയെങ്കിലും ഒരു ഗെയിമിൽ തോറ്റാൽ അത് ആഘോഷിക്കുന്ന അതുണ്ട്. ക്രിക്കറ്റ് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഗെയിമിൽ തോറ്റാൽ പോലും അത് അവരാഘോഷിക്കും. അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു ചിന്താഗതിയാണ് പാകിസ്ഥാൻ. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല രാജ്യങ്ങൾക്ക്, ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ പാകിസ്ഥാനും ചൈനയും ഇന്ത്യയെ ഒഴിവാക്കിയാണ് അവരുടെ ഭൂപടങ്ങൾ വരയ്ക്കുന്നത്. ഈ ചൈനയുമായി ബന്ധപ്പെട്ട് തന്നെ അവർ അരുണാചൽ, സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ അരുണാചൽ പ്രദേശും അതിന് സമീപത്തെ പല പ്രദേശങ്ങളും ചൂണ്ടിക്കാട്ടി അവർ ഇത്തരം മാപ്പുകൾ വരയ്ക്കാറുണ്ട്. ഇത് നമുക്ക് എങ്ങനെ തടയാൻ കഴിയും? അത് ഇന്ത്യയെ വലിയ രീതിയിൽ തന്നെ ദോഷമായി ബാധിക്കില്ലേ? നമുക്കിത് തടയാൻ പലപ്പോഴും കഴിയാറില്ല. പലരും പല മാപ്പുകൾ ഇത്തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പർപ്പസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാപ്പ് കൃത്യമായിരിക്കണം. പിന്നെ നമ്മുടെ എതിരാളികൾ മാപ്പ് തെറ്റിച്ചാൽ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോൾ ചൈന തെറ്റിച്ചാൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ തെറ്റിച്ചാൽ, ബംഗ്ലാദേശ് തെറ്റിച്ചാൽ ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ കാണേണ്ടതുണ്ട്. ഈവൻ മ്യാൻമാർ തെറ്റിച്ചാൽ പോലും നമുക്കത് കൂടുതൽ കിഴിഞ്ഞ് ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം എന്തുകൊണ്ട് അവരങ്ങനെ തെറ്റിച്ചു, അതിൻ്റെ പിന്നിൽ വേറെ ഉദ്ദേശമുണ്ട്. അതേസമയം നമ്മളെക്കാൾ ഏതാണ്ട് 10,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന, 5,000 കിലോമീറ്റർ അധികം ദൂരെ കിടക്കുന്ന ഇസ്രായേലിൽ നിന്നും നമ്മളെ അതുകൊണ്ടൊന്നും ഒരു ദ്രോഹം ചെയ്യാൻ കഴിയില്ല. അല്ല, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ സൈനികർ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിലാണ് ഇത്തരം സംഭവം വന്നിരിക്കുന്നത്. നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇറാനും അതോടൊപ്പം തന്നെ ഇസ്രയേലും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്ന് പറയുമ്പോൾ ഒരു പക്ഷത്തും ചേരാതെ അങ്ങനെ നിൽക്കുക. ഇന്ത്യക്ക് അങ്ങനെ പക്ഷം ചേരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം 40,000 ഇന്ത്യക്കാർ ഇസ്രയേലിലുണ്ട്, 10,000-ഓളം ഇന്ത്യക്കാർ ഇറാനിലുമുണ്ട്. അപ്പോൾ രണ്ട് രാഷ്ട്രങ്ങളിലും ഇന്ത്യക്കാർ ഏറെയുണ്ട്. പിന്നെ ഇന്ത്യയുടെ ചാബഹാർ പോർട്ടടക്കം തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും ഇറാൻ്റെ ഭാഗത്തുണ്ട്. ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കുള്ള ഒരു കവാടം പാകിസ്ഥാൻ ആ വഴി അടച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മധ്യേഷ്യയിലേക്കുള്ള ഏക കവാടം എന്ന് പറയുന്നത് ചാബഹാർ പോർട്ടിൽ ചെന്ന് അവിടുന്ന് നമ്മൾ അഫ്ഗാനിസ്ഥാൻ വഴി റഷ്യ വരെ നമുക്ക് പോകാനുള്ള ഒരു പാതയുണ്ട്. ആ പാതയൊക്കെ നമ്മൾ വളരെ കണക്ക് കൂട്ടി ചെയ്തതാണ്. നമ്മൾ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്താണ് ചാബഹാർ പോർട്ട് നമ്മൾ ഏറ്റെടുത്തത്. അത് പൂർണ്ണമായി ഇന്ത്യക്ക് വർഷങ്ങളോളം വിട്ടു തന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അത് മാത്രമല്ല, ഇറാനിയൻസുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം നിസ്സാരമല്ല. അതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഊർജമാണ്. നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ഈ നമ്മുടെ പഹൽഗാമിന് ശേഷം നടന്ന സിന്ദൂർ ഓപ്പറേഷനിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ
അത് ഇസ്രായേൽ മാത്രമാണ്. മറ്റൊരു രാഷ്ട്രവും നമുക്ക് ഒരു സഹായഹസ്തം അപ്പോൾ തന്നിട്ടില്ല. ഇപ്പം റഷ്യയുടെ ആയുധങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ അത് മുമ്പ് വാങ്ങിച്ചതാണ്. പക്ഷേ ഓൺ ദ സ്പോട്ട് ഡയറക്റ്റായിട്ട് ഹെൽപ്പിന് വന്ന ഏക രാഷ്ട്രം ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിനെ നമുക്ക് പിണക്കാൻ കഴിയില്ല. എന്നാൽ ഇറാനും നമുക്ക് പിണക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല, ഇങ്ങനെ പറയുമ്പോഴും ഇന്ത്യയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും എന്തിനു പറയണം, കേരളത്തിലെ മുഖ്യമന്ത്രി വരെ പറയുന്നത് ഇസ്രായേലിനെ തള്ളിപ്പറയണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന തന്നെ ഉണ്ടല്ലോ, ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യമെന്നാണ്. അത് നമുക്ക് അങ്ങനെ തള്ളി പറയാൻ കഴിയില്ല. കാരണം ഇന്ന് ആരും ആരെയും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു സപ്പോർട്ട് തരുന്ന ആളിനെ നമുക്ക് പൂർണ്ണമായും തള്ളി പറയാൻ കഴിയില്ല. പണ്ടത്തെ, അതായത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. അതുമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവിക്ക് യോജിച്ചതല്ല. അത് സങ്കുചിത കക്ഷി രാഷ്ട്രീയ പ്രതിഷേധങ്ങളാണ്. അത് ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും ഇത്തരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇറാനിൽ ഈ യുദ്ധം നടക്കുന്നു. അവിടുത്തെ ജനത ശരിക്കും പറഞ്ഞാൽ ഖൊമൈനിക്ക് എതിരാണ്. അവിടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ ആയിട്ട് വലിയ വിപ്ലവങ്ങൾ നടന്ന സ്ഥലമാണ്. പക്ഷേ ഈ നിമിഷം അവരാരും കൊടി പിടിച്ച് രംഗത്തിറങ്ങുകയോ അല്ലെങ്കിൽ ഖൊമൈനിയെ എതിർക്കാൻ നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഇസ്രായേലിൽ അതുപോലെ തന്നെ ഈ യുദ്ധം നടന്നു. ഇപ്പം നമ്മൾ ഇസ്രായേൽ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇറങ്ങൂ. അതെ അതെ, ഇസ്രായേലിലെ ജനത ഇത്രയും ഇപ്പോൾ ആദ്യമായിട്ടാണ് അവരിങ്ങനെ മിസൈലൊക്കെ അവരുടെ തലയ്ക്ക് മീതെ വീഴുന്നത്. അത് അയൺ ഡോം പ്രതിരോധം തകർത്തുകൊണ്ടും അവർക്കൊക്കെ ബങ്കറുകളുണ്ട്. ഓരോ വീടിനും ബങ്കറുണ്ട്. അവിടെ നമ്മളിവിടെ മഴ കുഴി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഓരോ വീടിനും ബങ്കറുകൾ മസ്റ്റാണ്. എങ്കിലേ അവർക്ക് കോർപ്പറേഷനിൽ നിന്ന് പെർമിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആ പെർമിഷൻ വരെ അവർക്ക് വാങ്ങിച്ച് അങ്ങനെ ഓരോ വീടിനും ബങ്കറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോൾ യുദ്ധം വന്നാലും അടിയിൽ പോകണം. യുദ്ധം അവിടെ അവരെ സൈറൻ കേൾക്കുമ്പോൾ അടിയിൽ പോകണം. അത് സൈറൻ രണ്ടാമത് കേൾക്കുമ്പോൾ തിരിച്ച് വന്ന് ബെഡി കയറി കിടക്കാം. വീണ്ടും സമരം കേൾക്കുമ്പോൾ അടിയിൽ പോകണം. ഇങ്ങനെയാണ് അവിടെ അവർ ജീവിക്കുന്നത് ഈ യുദ്ധകാലങ്ങളിലെല്ലാം. ഇപ്പോൾ ഹമാസിൻ്റെ യുദ്ധത്തിന് പോലും അവർ പലപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. ഇന്നലെ രാത്രി മിനിങ്ങാന്ന് ഒക്കെ അവർക്ക് ഈ രീതിയിൽ പലപ്പോഴും ബങ്കറിനകത്ത് കഴിയേണ്ടി വന്നു. അപ്പോൾ അവിടെ പോലും അവിടുത്തെ ജനത ഈ യുദ്ധസമയത്ത് അവരുടെ സർക്കാരിനെ എതിർക്കും. അവിടുത്തെ പ്രതിപക്ഷത്തിന് ഭയങ്കര എതിർപ്പുണ്ട് നെതന്യാഹുവിനെതിരെ. കാരണം അദ്ദേഹം ഒരു കുറ്റവാളിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം വലിയ കറപ്ഷൻ നടത്തി ഇസ്രായേൽ ഗവൺമെൻറ്റിനെ ഒരൊറ്റ പ്രൊട്ടക്ഷനിൽ, അതായത് പ്രധാനമന്ത്രി എന്നുള്ള പ്രൊട്ടക്ഷനിൽ, പാർലമെൻറ്റേറിയൻ എന്നുള്ള പ്രൊട്ടക്ഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം എന്ന് ഈ സ്ഥാനം മാറും അന്ന് അവർ അറസ്റ്റ് ചെയ്യും അവിടുത്തെ പോലീസ്. ആ വിധത്തിലുള്ള സിറ്റുവേഷൻ ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തിനെ യുദ്ധത്തിൻ്റെ സമയത്ത് എതിർക്കുന്നില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പാകിസ്ഥാനിൽ നമ്മൾ ആലോചിച്ച് നോക്കും. പാകിസ്ഥാനിൽ ഈ അടുത്ത കാലത്ത് ഇമ്രാൻഖാന് വേണ്ടി വലിയ മുറവിളി കൂട്ടിയ ജനങ്ങൾ പോലും ഇന്ത്യയെ അടിച്ചപ്പോൾ അവരാരും പാകിസ്ഥാന് ഗവൺമെൻറ്റിനെതിരായിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ പ്രക്ഷോഭം നടത്തിയില്ല. ഇപ്പം മറ്റ് ചില സ്ഥലങ്ങളിൽ നടന്നത് അവർ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളാണ്. ബലൂചിസ്ഥാനിലാണെങ്കിലും അതൊക്കെ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ അവരങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പാക് ജനത എന്ന് പറയുന്ന അവരുടെ പഞ്ചാബിലുള്ളവരോ അല്ലെങ്കിൽ ഇസ്ലാമാബാദിലുള്ളവരോ ഒരു മാർച്ച് നടത്തി ഈ പട്ടാള ഗവൺമെൻറ്റിനെതിരെ വന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് പ്രശ്നം വരുമ്പോൾ അവിടുത്തെ മുഴുവൻ പേരും ഒന്നിച്ചിരിക്കണം. രാഷ്ട്രത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ചർച്ചയ്ക്കിടയാക്കരുത്. ഇപ്പോൾ നമുക്ക് UN തന്നെ ഒരു പ്രശ്നമുണ്ടായി. പാകിസ്ഥാൻ ഭീകരരാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജനത, നമ്മുടെ പ്രതിപക്ഷങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പാകിസ്ഥാൻ UN പ്രദർശിച്ചപ്പോഴാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒക്കെ പറഞ്ഞ വാചകങ്ങൾ അവർ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് UN അവതരിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ എങ്ങനെ തീവ്രവാദികളായി മുദ്രകുത്താൻ പറ്റും, ഞങ്ങളെങ്ങനെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് കൊന്നവരായി കണക്കാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവിടെ UN പ്രദർശിപ്പിച്ചത്. അതൊക്കെ നമ്മൾ കാണണം. ഈ വക ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് വായടച്ചിരിക്കാൻ ഈ സന്ദർഭത്തിൽ എങ്കിലും വായടച്ചിരിക്കാൻ നമ്മുടെ പ്രതിപക്ഷം തയ്യാറാവണ്ടേ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാവുന്ന സമയങ്ങൾ വരുമ്പോഴേ ഇത് ചോദിക്കാവൂ. അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിന് ചീത്തപ്പേരുണ്ടാകും. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇപ്പോൾ ഈ മാപ്പിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെയാണ്. നമ്മുടെ ശത്രു രാഷ്ട്രങ്ങൾ നമ്മുടെ മാപ്പിനെ വക്രീകരിച്ചാൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ മിത്രരാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ നിഷ്പക്ഷ രാഷ്ട്രങ്ങൾക്കോ ഒരു അബദ്ധം പറ്റിയാൽ നമ്മളതിനെ ഗൗരവമായിട്ട് എടുക്കരുത്.
തിരുത്താൻ അവസരം നൽകുക. തീർച്ചയായിട്ടും തിരുത്താൻ അവസരം നൽകണം. അവർ മാപ്പ് പറഞ്ഞെങ്കിൽ ശരി, ആ മാപ്പ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളത് ഒഴിഞ്ഞു മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.